നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. നമ്മളോട് ആദ്യം പറഞ്ഞു എല്ലാത്തിനും ആധാർ വേണമെന്ന്. ബാങ്ക് അക്കൗണ്ടിന്, സിം കാർഡിന്, പെൻഷന്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ ആധാർ ലിങ്ക് ചെയ്തു. നമ്മുടെ വിരലടയാളവും കണ്ണിലെ ഐറിസ് സ്കാനും എല്ലാം സർക്കാരിന് കൊടുത്തു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ കോടതിയും സർക്കാരുമൊക്കെ പറയുന്നു ആധാർ എന്നത് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലേ എന്ന്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് തെളിയിക്കാൻ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? വോട്ടർ ഐ ഡിയോ, റേഷൻ കാർഡോ, അതോ പാസ്പോർട്ടോ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും വളരെ ഗൗരവമുള്ള, നമ്മളെയൊക്കെ നാളെ ബാധിച്ചേക്കാവുന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകന്റെ അനുഭവമാണ്. വോട്ടില്ല, പെൻഷനില്ല, റേഷനില്ല, ഇനിയിപ്പോൾ പാസ്പോർട്ടുമില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, കാരണം ഇത് നാളെ നിങ്ങളുടെയോ എൻ്റെയോ അവസ്ഥയായേക്കാം. നമ്മളിൽ പലരും ടെലിഗ്രാഫ് പത്രം വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെങ്കിലും കണ്ടിട്ടുണ്ടാകും. കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയും വിദ്വേഷ രാഷ്ട്രീയത്തെയും ഭയമില്ലാതെ വിരൽ ചൂണ്ടിയിരുന്ന ഒരു പ്രമുഖ ദേശീയ പത്രമാണ്. അതിൻ്റെ മുൻ എഡിറ്റർ ഇൻ ചീഫ് ആയിരുന്ന ഒരു മലയാളിയുണ്ട്, ആർ രാജഗോപാൽ. മാധ്യമരംഗത്ത് വലിയ ബഹുമാനമുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കേരളത്തിലെ ഗാന്ധി സ്മാരക നിധിയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും അറിയപ്പെടുന്ന ഗാന്ധിയനുമായിരുന്ന പ്രൊഫസർ ശ്രീ ആനന്ദ മിശ്ര. അതായത് തലമുറകളായി ഈ രാജ്യത്ത് ജീവിക്കുന്ന, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച അടിയുറച്ച ജനാധിപത്യ ബോധമുള്ള ഒരു കുടുംബം. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജഗോപാൽ സാർ പങ്കുവെച്ച ഒരു കുറിപ്പ് വലിയ ചർച്ചയായിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം അമേരിക്കയിൽ വെച്ചാണ് നടക്കുന്നത്. ഒരു അച്ഛനെ സംബന്ധിച്ച് മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുക എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്കറിയാം. അതിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ നൽകി. 2026 മാർച്ച് മാസത്തിൽ ബയോമെട്രിക്സ് അടക്കമുള്ള എല്ലാ ഫോർമാലിറ്റീസും അദ്ദേഹം കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്തു. പക്ഷേ സാധാരണഗതിയിൽ നടക്കേണ്ട പോലീസ് വെരിഫിക്കേഷൻ മാത്രം ക്ലിയർ ആയില്ല. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം ഞെട്ടിപ്പോയത്. പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതുകൊണ്ട് പാസ്പോർട്ട് പുതുക്കി നൽകാൻ കഴിയില്ല എന്ന് പോലീസ് അങ്ങ് റിപ്പോർട്ട് എഴുതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന, കൃത്യമായ വിലാസവും പാരമ്പര്യവുമുള്ള ഒരു മനുഷ്യന് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് സ്വന്തം മകളുടെ കല്യാണത്തിന് വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത് 2 കാര്യങ്ങളാണ്. റൈറ്റ് ടു വോട്ട്, ആദ്യം അവർ വോട്ടെടുത്ത് കളഞ്ഞു. ഇപ്പോൾ റൈറ്റ് ടു ട്രാവൽ, അതും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഇദ്ദേഹം പുറത്തായത്? അതാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ. പശ്ചിമ ബംഗാളിലും അസമിലുമൊക്കെ കുറച്ചു കാലമായി ഈ SIR എന്ന് പറയുന്ന വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ നടക്കുന്നുണ്ട്. കൊൽക്കത്തയിലെ ബള്ളിഗഞ്ച് മണ്ഡലത്തിലായിരുന്നു രാജഗോപാൽ സാറിന് വോട്ടുണ്ടായിരുന്നത്. 2002 വോട്ടർ ലിസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെയോ അച്ഛൻ്റെയോ പേര് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞാണ് വോട്ടർ പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ അങ്ങ് ഒഴിവാക്കിയത്. വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന, വോട്ട് രേഖപ്പെടുത്തിയ ചരിത്രമുള്ള ഒരു പൗരനെയാണ് ഡിജിറ്റൽ റീവെരിഫിക്കേഷന്റെ പേരിൽ ഇങ്ങനെ പുറത്താക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് രാജഗോപാലിന്റെ മാത്രം പ്രശ്നമല്ല. പശ്ചിമ ബംഗാളിൽ മാത്രം ഈ പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഏകദേശം 90 ലക്ഷത്തോളം ആളുകളാണ് വോട്ടർ പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർ. ഇതിനെതിരെ നിലവിൽ സുപ്രീം കോടതിയിൽ അപ്പീലുകൾ നിലനിൽക്കുന്നുണ്ട്. രാജഗോപാൽ സാറിന്റെ അപ്പീലും ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗാളിൽ നിന്നും അസമിൽ നിന്നുമൊക്കെ വരുന്ന വാർത്തകൾ കാണുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ റേഷൻ കാർഡുകൾ റദ്ദാക്കപ്പെടുന്നു. അവർക്ക് ലഭിക്കേണ്ട പെൻഷനുകൾ മുടങ്ങുന്നു.
എന്തിനേറെ പറയുന്നു, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ ഫ്രീസ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഇത്രയും കാലം ജീവിച്ച മണ്ണിൽ പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരനല്ല എന്ന് പറയുന്നതിലെ ക്രൂരത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു നിശബ്ദമായ പൗരത്വ നിഷേധമല്ലേ? നമുക്കറിയാം, മുൻപ് ഈ രാജ്യത്ത് CAA, NRC എന്നിവ കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടന്നു. അതിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങളും ജനകീയ പോരാട്ടങ്ങളും ഉയർന്നു വന്നു. ജനാധിപത്യ രീതിയിൽ നേരിട്ട് അതിനെ നടപ്പിലാക്കാൻ വലിയ ഭരണഘടനാപരമായ തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഭരണകൂടം മറ്റൊരു വഴിയിലൂടെ ഇത് നടപ്പാക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് വോട്ടർ പട്ടിക പുതുക്കൽ എന്ന പേരിൽ വളരെ നിശബ്ദമായി, എന്നാൽ കൃത്യമായ ലക്ഷ്യത്തോടെ പൗരന്മാരെ പുറന്തള്ളാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിയമം വഴി നടക്കാത്തത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള സാങ്കേതിക വിദ്യകൾ വെച്ച് നടക്കുകയാണോ എന്ന് സംശയിക്കണം. ഇവിടെ രാജഗോപാൽ സാറിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു പാകിസ്ഥാനിയോ ബംഗ്ലാദേശിയോ ഒന്നുമല്ല എന്ന് വ്യക്തമായി അറിയാം. പക്ഷേ അദ്ദേഹം നിരന്തരം ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരെ, സംഘപരിവാർ അജണ്ടകൾക്കെതിരെ, ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിനെതിരെ കൃത്യമായ നിലപാടുകൾ എടുത്ത ഒരു മാധ്യമപ്രവർത്തകനാണ്. ചില ജേർണലിസ്റ്റുകൾ അധികാരികളുടെ പാദസേവ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ജേർണലിസം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി ഉൾക്കൊണ്ട് ആരെയും ഭയപ്പെടാതെ നിലപാടുകൾ പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിലൊരു ടാർഗറ്റഡ് ആക്ഷൻ അല്ലെങ്കിൽ കൃത്യമായ പ്രതികാര ബുദ്ധി ഉണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുതിർന്ന അഭിഭാഷകൻ കപിൽ ബിമൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഒരു BLO തന്നോട് വെളിപ്പെടുത്തിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഹയറാർക്കിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും കൃത്യമായ നിർദ്ദേശമുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് ചില പ്രത്യേക വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരെ പരമാവധി ഒഴിവാക്കണമെന്ന്. ഇത്തരത്തിലൊരു വർഗീയ അജണ്ട വെച്ച് വോട്ടർ പട്ടികകൾ തയ്യാറാക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും 100% മുസ്ലിങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ ഒരു ജെന്യുവിനിറ്റി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് രാജഗോപാലിനെ പോലെയുള്ള മറ്റു മനുഷ്യരും ഇതിൽ പെട്ടുപോകും. കൂടാതെ ഭരണകൂടത്തിന് കണ്ണിലെ കരടായ ആളുകളെ ഒതുക്കാൻ ഇത് നല്ലൊരു ആയുധമാക്കുകയും ചെയ്യാം. ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് മുഗൾ ചരിത്രവും ഗാന്ധിവധവും ഒക്കെ വെട്ടിമാറ്റുന്നത് പോലെ വോട്ടർ പട്ടികയിൽ നിന്നും തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരുടെ പേരുകൾ വെട്ടിമാറ്റുന്ന വിചിത്രമായ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഹരിയാനയിൽ അടുത്തിടെ നടന്ന ക്രൂരമായ ഒരു സംഭവം നമ്മൾ ഓർക്കണം. ബീഫ് കഴിച്ചു അല്ലെങ്കിൽ കടത്തി എന്നാരോപിച്ച് ആര്യൻ മിശ്ര എന്ന 19 വയസ്സുകാരനായ ബ്രാഹ്മണ യുവാവ് കൊല്ലപ്പെട്ടു. പ്രതികൾ വിചാരിച്ചത് ആര്യൻ ഒരു മുസ്ലിം ആണെന്നാണ്. പിന്നീട് ജയിലിൽ വെച്ച് അവൻ ബ്രാഹ്മണൻ ആണെന്ന് അറിഞ്ഞപ്പോൾ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്ന പ്രതികളെയാണ് നമ്മൾ കണ്ടത്. ആര്യന്റെ അമ്മ ഉമാ മിശ്ര കരഞ്ഞുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മുസ്ലിങ്ങൾ എന്താ മനുഷ്യരല്ലേ? അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ? നിങ്ങൾ എന്തിനാണ് ഒരു മുസ്ലിമിനെ കൊല്ലുന്നത്? മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ഈ ചോദ്യത്തിന് മുന്നിലാണ് നമ്മുടെ രാജ്യം ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ ഭരണഘടനയും അംബേദ്കറും മുന്നോട്ട് വെച്ച സോഷ്യൽ ഡെമോക്രസിയും സാഹോദര്യവും ഇന്നെവിടെയാണ് എത്തി നിൽക്കുന്നത്? വോട്ടർ പട്ടികയിലെ ഈ അട്ടിമറികൾ നാളെ എന്നെയും നിങ്ങളെയും തേടി വരില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ആദ്യം നമ്മളോട് പറഞ്ഞു ആധാർ നിർബന്ധമല്ലെന്ന്, പിന്നെ നിർബന്ധമാക്കി. അതുപോലെ നാളെ എല്ലാ കാര്യങ്ങൾക്കും SIR ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കുന്ന ഒരവസ്ഥ വന്നാൽ എന്താകും സ്ഥിതി? ഇന്ന് ബംഗാളിലും അസമിലും നടക്കുന്ന ഈ പരീക്ഷണങ്ങൾ നാളെ കേരളത്തിലും ഇന്ത്യയുടെ മറ്റു കോണുകളിലും വരാം. അന്ന് നമ്മളും ഒരുപക്ഷെ നമ്മുടെ സ്വന്തം രാജ്യത്ത് വോട്ടും റേഷനും പാസ്പോർട്ടും ഇല്ലാത്ത അഭയാർത്ഥികളായി മാറിയേക്കാം. ഇതൊരു ചെറിയ പ്രശ്നമല്ല. നമ്മുടെ ജനാധിപത്യവും പൗരത്വവും വലിയൊരു ഭീഷണിയിലാണ് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ കേസ് ഇരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ജുഡീഷ്യറിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഭരണകൂടത്തിൻ്റെ ഇത്തരം നടപടികൾ ജനാധിപത്യപരമാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.